നിങ്ങൾ 1 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 5 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നു, ബട്ട് സ്റ്റിൽ മാർക്കറ്റിൽ നിന്ന് സ്ഥിരതയോടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. മേ ബി നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലൂസിങ് പാറ്റേൺസിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രാറ്റജിയോ സെറ്റപ്പോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഒന്നും കുഴപ്പമല്ല. അതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ലൂസിങ് പാറ്റേൺസ് ഉണ്ട്. അതായത് നിങ്ങൾ റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാറ്റേൺസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എൻ്റെ പേഴ്സണൽ ലൂസിങ് പാറ്റേൺസിനെ പറ്റി ഞാൻ ഷെയർ ചെയ്യാം. അത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു, അത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ലൂസിങ് പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുൻപ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 2019 2020 ചെയ്തിരുന്നൊരു മിസ്റ്റേക്കാണ്. അപ് ടു ഒരു 2022 2023 ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടേ ഉണ്ടായില്ല. 1-2 മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു മിസ്റ്റേക്ക് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റിൽ ഞാൻ നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യും. പ്രീ മാർക്കറ്റിൽ അതായത് ചാർട്ട് നോക്കി ലെവൽസുകൾ നോക്കി ന്യൂസ് നോക്കി ആൻഡ് അപ്പോൾ ഒരു വ്യൂ നമുക്കുണ്ടാവും അല്ലേ. നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ വലിയൊരു ഫാള് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, മേ ബി എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളെ കൊണ്ടാണ്. അപ്പം നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു വ്യൂ ഉണ്ട്, ഒരു ബയാസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെൽ സൈഡാണ്, ഇന്ന് മാർക്കറ്റിൽ വലിയൊരു ഫാള് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസോടെ ഞാൻ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ തന്നെ മേ ബി ഞാൻ സെൽ എൻട്രിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരും. പക്ഷേ സ്റ്റിൽ എൻ്റെ വ്യൂ എന്നത് സെൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ഈവൻ വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ പോലും ഞാൻ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ മേ ബി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ചിലപ്പം ഞാൻ എൻട്രി എടുക്കും, വളരെ ഏർലി എൻട്രി. ഞാൻ ഇവിടുന്ന് എന്താണ് ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ ഞാൻ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ബൈ ചെയ്യും. ഇതാണ് ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് മീൻസ് എൻ്റെ വ്യൂ സെൽ സൈഡാണ്, പക്ഷേ വളരെ സ്ട്രെങ്ത് കാണിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഞാൻ ഓടിക്കേറി എൻട്രി എടുക്കുന്നത്. അത് എൻട്രി എടുക്കും. ഫോർ എക്സാമ്പിൾ പിയുടെ പ്രൈസ് 100 രൂപയായിരിക്കും. പെട്ടെന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും, പി 80 പോകും, കുറച്ചുകൂടി മുകളിലോട്ട് പോകും, പി 60 പോകും, ഏകദേശം 40 പോയിന്റ് ലോസ് ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ലോസ് ബുക്ക് ചെയ്യില്ല. കാരണം എന്താണ്, ഞാൻ ഓൾറെഡി എനിക്ക് നല്ലൊരു വ്യൂ ഉണ്ട് മാർക്കറ്റിൽ നിന്ന് താഴോട്ട് പോകുന്നുള്ളത്. സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ന്യൂസൊക്കെ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, എനിക്കത് ബുക്ക് ചെയ്യാനുള്ള കാര്യമില്ല. കാരണം എന്താണ്, അവിടെ എൻ്റെ മൈൻഡിനുള്ളിൽ ഒരു ഈഗോ വരും, ഇത് എൻ്റെ വ്യൂ ശരിയാണ്, ഞാൻ ഒരിക്കലും ബുക്ക് ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു ലോസിങ് ട്രേഡ് ഹോൾഡ് ചെയ്ത് വളരെ വലിയ ബിഗ് ലോസിലോട്ട് പോകും. ആ ഒരു ബിഗ് ലോസ് എന്ന് പറയുന്നത് ചിലപ്പം കഴിഞ്ഞ ഒരു 10-15 ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റൊക്കെ കൊണ്ടുകളയും. അതാണ് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക്. ഇത് ഞാൻ റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഒരുപാട് ടൈം. സെയിം കാര്യം ഞാൻ റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ എക്സ്പയറി ഡേ വരുന്ന സമയങ്ങളിലാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നത്. പ്രീമിയം വളരെ ഫാസ്റ്റായിട്ട് കുറയും. ഈ പറയുന്ന 100 രൂപയുള്ള പ്രീമിയം പെട്ടെന്ന് കുറയുന്ന 60, 50, 40 പോകും. അപ്പോൾ വലിയ നഷ്ടങ്ങളോട്ട് വരും. അതും വലിയ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് കൂടി. അപ്പോൾ പൊസിഷൻ സൈസിങ് കറക്റ്റായിട്ട് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾ വരും. അപ്പോൾ ഇത് ഞാൻ റിപ്പീറ്റ്ലി ഒരുപാട് തവണ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഫൈനലി ഞാനത് ആ ഒരു കാര്യം മനസ്സിലാക്കി, അതായത് ഇത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ടെന്നുള്ളത്. ആൻഡ് അതിനുശേഷം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിനെ ഒരു കാറ്റഗറിയായിട്ട് ചെയ്തു. അതായത് ഒരു A+ സെറ്റപ്പ് എന്ന രീതിയിൽ ചെയ്തു. അതായത് ചില സെറ്റപ്പുകളുണ്ട് എനിക്ക് പേഴ്സണലി, ഞാൻ 1-2 വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ലൈവ് ട്രെയിനിങ് വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു A+ സെറ്റപ്പ് വരുന്ന സമയങ്ങളിൽ മാത്രം ഞാൻ അഗ്രസീവ്ലി എൻട്രി എടുക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഈവൻ ഒരു A കാറ്റഗറി അല്ലെങ്കിൽ B+ കാറ്റഗറി വരുന്ന ദിവസങ്ങളിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ ട്രേഡുകൾ എടുക്കാറില്ല. റൈറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ചാർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഈ സെയിം എക്സാമ്പിൾ കാണാം. എന്നെ കുറച്ച് ഫ്രണ്ട്സ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് സെല്ലിങ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. മേ ബി ഒരു
ന്യൂസ് ബേസ്ഡ് ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ജൂലൈ 9 നമ്മുടെ വ്യൂ എന്താണ്? ഓക്കെ, ഇവിടെ ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഒരു 90% ആൾക്കാരുടെ ഒരു വ്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പല ആൾക്കാരും ചെയ്യുന്നത് ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ, അപ്പോൾ ഇതൊരു പുൾ ബാക്ക് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ, അതായത് സെൽ ഓൺ റൈസ് എന്ന രീതിയിൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ ട്രേഡ് താഴോട്ട് പോകുന്നു വിചാരിച്ച് എൻട്രി എടുക്കും. പക്ഷേ മാർക്കറ്റ് എന്താണ്? തിരിച്ച് മുകളിലോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. മേ ബി വലിയ നഷ്ടങ്ങൾ ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. പക്ഷേ ഇപ്പം ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യില്ല. ഇപ്പം നോക്കും, ഞാൻ മാർക്കറ്റിന് റീഡ് ചെയ്യും. അതായത് ഓക്കെ, ഞാൻ എൻ്റെ വ്യൂ സെൽ എൻട്രി ആണ്, പക്ഷേ ആദ്യത്തെ ഇനീഷ്യൽ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ വളരെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്ട്രെങ്ത് കാണിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഞാൻ ഒരിക്കലും ഇവിടുന്ന് സെൽ എൻട്രി കൺസിഡർ ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തൊരു കാര്യം. ആദ്യത്തെ ഇനീഷ്യൽ ക്യാൻഡിലൊന്നും ഞാൻ റിയാക്ട് ചെയ്യില്ല, ഞാൻ വെയിറ്റ് ചെയ്യും. റൈറ്റ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്, മേ ബി ഞാൻ റിവേഴ്സൽ, അതായത് ഇവിടുന്ന് ഈ ഒരു സ്ട്രെങ്ത് കണ്ടിട്ട് ഞാൻ ചിലപ്പം ബൈ എൻട്രി എടുത്തിരിക്കുക. പക്ഷേ ഒരിക്കലും ഞാൻ ഇവിടുന്ന് സെൽ എൻട്രി എടുക്കില്ല. കാരണം മുൻപ് പാസ്റ്റിൽ ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ എൻ്റെ ഒരു ലൂസിങ് പാറ്റേൺ എന്നുള്ളത്. പ്രീ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പണിങ്ങിൽ തന്നെ റെഡ് ക്യാൻഡിലാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കുന്നതും ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതായത് ചില ദിവസങ്ങൾ വലിയ പ്രോഫിറ്റ് അല്ല ഒരു വലിയൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 20,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. റൈറ്റ്, അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. ചെറിയ പോയിന്റ് ആയിരിക്കില്ല, വലിയൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യും. അപ്പം എൻ്റെ ആത്മവിശ്വാസം അവിടെ കൂടും. അപ്പം ഞാൻ എന്ത് വിചാരിക്കും? ഓക്കെ, 20,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽ നിന്നൊരു 5,000 റിസ്ക് എടുക്കാം എന്ന രീതിയിൽ ചെറിയ സ്കാൽപ്പിംഗ് ചെയ്യും. 1,000 2,000 വേണ്ടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോകും. ഓക്കെ, അപ്പം മേ ബി 20,000 എന്നുള്ളത് ചിലപ്പോൾ എന്താണ്, ഇവിടെ 20,000 ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്കാൽപ്പിങ്ങിൽ 21,000 ബുക്ക് ചെയ്തു. അപ്പോൾ എന്താണ്, വീണ്ടും ഒരു സ്കാൽപ്പിംഗ് കൂടി ചെയ്യാൻ വേണ്ടി തോന്നും. ഓക്കെ, നെക്സ്റ്റ് സ്കാൽപ്പിങ്ങിൽ മേ ബി ഒരു 23,000 പ്രോഫിറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, നമ്മുടെ ആത്മവിശ്വാസം പ്രോഫിറ്റ് വരുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. പിന്നെ വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഓക്കെ 25,000, പിന്നെ നെക്സ്റ്റ് ട്രേഡ് ചെയ്യും, അതൊരു ഡിപ്പ് വരും. നോക്കുമ്പോഴാണെങ്കിൽ 25,000 നിന്ന് ഏകദേശം ഒരു 21,000 വരും. അപ്പം ഈ ഒരു ഡിപ്പിൽ, അതായത് ഫസ്റ്റ് ലോസിൽ തന്നെ നമ്മുടെ ഇമോഷണൽ ട്രിഗർ ചെയ്യും. എൻ്റെ ഇമോഷണൽ ട്രിഗർ ചെയ്യും. പിന്നെ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു 25,000 എടുക്കണം എന്നായിരിക്കും. അപ്പോൾ എന്താണ്, ഞാൻ വീണ്ടും ട്രേഡ് ചെയ്യും, മേ ബി അതിൽ നഷ്ടത്തിൽ വരും, അതൊരു 19,000 വരും. അപ്പോൾ എഗെയിൻ ട്രിഗർ ചെയ്യൂ. ഇനി എൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം കിട്ടിയ ഒരു 20,000 കിട്ടിയാൽ മതി, ഞാൻ പ്രോഫിറ്റ് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അതെന്ത് ചെയ്യും? തിരിച്ച് താഴോട്ട് പോകും, 15,000 പോകും. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഇമോഷണൽ ട്രിഗർ ചെയ്യും. അപ്പോഴാണ്, ഇതുവരെയും മേ ബി കറക്റ്റ് ക്വാണ്ടിറ്റിയൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം, കറക്റ്റ് ഇൻ ദ മണിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ 15K വരുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ക്വിക്ക് പോയിന്റ് ക്യാപ്ചർ ചെയ്യാം, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാമെന്ന് വെച്ച് ഡബിൾ ക്വാണ്ടിറ്റി എടുക്കും. പക്ഷേ അത് നേരെ തിരിച്ച് താഴോട്ട് പോകും, 6K പോകും. പിന്നെ അത് നമുക്കറിയാമല്ലോ എന്തായിരിക്കും എൻ്റെ ആഫ്റ്റർ ഫൈനലി എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നഷ്ടത്തിൽ അവസാനിപ്പിക്കും, ചിലപ്പം ക്യാപിറ്റലും വൈപ്പ് ഔട്ട് ചെയ്യും. അപ്പം ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു, മുൻപ് ഒരുപാട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് വലിയൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ ഒരു പ്രോഫിറ്റിൽ നിന്ന് ചെറിയ സ്കാൽപ്പിംഗ് ചെയ്ത് വലിയ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നോക്കും. പക്ഷേ മോസ്റ്റ് കേസസിൽ അത് തിരിച്ചു വന്ന് എൻ്റയർ പ്രോഫിറ്റ് ആൻഡ് ഓൾസോ ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തിയ ഹിസ്റ്ററി മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് അതിനുശേഷം ഞാൻ നമ്പർ ഓഫ് ട്രേഡ്സ് ലിമിറ്റഡ് ചെയ്തു. നമ്പർ ഓഫ് ട്രേഡ്സ് ഒരു സ്ട്രിക്റ്റ് റൂൾ ഉണ്ടാക്കി, നമ്പർ ഓഫ് ട്രേഡ്സ് എന്ന രീതിയിൽ. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ട്രേഡ്സ് ഒരിക്കലും ഇൻക്രീസ് ചെയ്തിട്ടില്ല. റൈറ്റ്, ഈവൻ എത്ര വലിയ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഞാനത് സ്റ്റഡി ആയിട്ട് ഞാൻ ആ ഒരു റൂൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ്സ് 1 അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ്സ് 2 അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ്സ് 3 എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് ട്രേഡ്സ് അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസം കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാകുന്ന എന്നത് വെച്ചാൽ പ്രോഫിറ്റ് എടുക്കുന്നതല്ല, നിങ്ങൾക്ക് ഡിസിപ്ലിനോട് കൂടി നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും.
നിങ്ങൾക്ക് മൈൻഡിനൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് രണ്ടാമത് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഡയറക്ഷനിൽ സെയിം ഡയറക്ഷനിൽ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. സെയിം ഡയറക്ഷനിൽ മൾട്ടിപ്പിൾ ട്രേഡ്സ്, റൈറ്റ്. അത് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ അത്ര വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആക്ച്വലി ഇത് സ്ലോലി കില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാർട്ട് നോക്കുവാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ദിവസത്തിൽ ചാർട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ എനിക്ക് വ്യൂ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അതായത് മാർക്കറ്റ് ഇന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളത്. സോ വ്യൂ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ട്രേഡിൽ മേ ബി ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് സി എൻ്റർ ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് വന്നു. അപ്പോൾ എൻ്റെ വ്യൂ അനുസരിച്ചിട്ട് അത്യാവശ്യം മാർക്കറ്റ് മുകളിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ തിരിച്ച് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം പ്രീമിയം വളരെ ഫാസ്റ്റായിട്ട് കുറയും. അപ്പം ഒരു സെൽഫ് ഡൗട്ടിൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്യും, മേ ബി ഒരു 2 പോയിന്റ് പ്രോഫിറ്റ് സംതിങ് ബുക്ക് ചെയ്യും, റൈറ്റ്. 2 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഓക്കെ എന്തായാലും എക്സിറ്റ് ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ ഈ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടിലെ സമയത്ത് അഗെയിൻ സി എൻട്രി എടുക്കും. അവിടെയും കുറച്ച് മുകളിലോട്ട് പോകുന്ന റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ചെറിയ പോയിന്റ് മേ ബി 1 പോയിന്റ് പ്രോഫിറ്റിലേക്ക് ഞാൻ അവിടെ ബുക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഹോൾഡ് ചെയ്യില്ല. ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ സ്കാൽപ്പിംഗ് വേണമെങ്കിൽ ചെയ്യും. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് സെയിം മേ ബി ഏറ്റവും ടോപ്പിൽ നിന്ന് ബൈ ചെയ്യും. തിരിച്ച് വരുന്ന സമയത്ത് ഒരു പ്രീമിയം നമുക്കറിയാം പെട്ടെന്ന് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഓപ്ഷൻ ബൈങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ അവിടെ നിന്ന് നെക്സ്റ്റ് ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും എൻട്രി എടുക്കും, വീണ്ടും 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും. അങ്ങനെ ചെറിയ ലോസുകൾ ബുക്ക് ചെയ്ത് അത് ഓവറോൾ വലിയൊരു ലോസിലോട്ട് പോകും. ഞാൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ചെറിയ ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് ചെറിയ ലോസ് അല്ലേ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുക. ഓക്കെ 10 പോയിന്റ് ലോസ് അല്ലേ, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി ചെയ്യാലോ. പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് മൾട്ടിപ്പിൾ ടൈംസ് വരും. നേരെ മറിച്ച് എനിക്ക് ഈ ഒരു ദിവസത്തിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് ഫുൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കും, ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും, എൻട്രി എടുക്കും, എക്സിറ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ പല ട്രേഡുകൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എന്താണ്, ഓവറോൾ ലോസിലോട്ട് പോകും. അത് ചില ദിവസങ്ങളിൽ വളരെ ഡേഞ്ചറായിട്ട് ബാധിക്കാറുണ്ട്. ഒരുപാട് ട്രേഡുകൾ സെയിം ഡയറക്ഷൻ, ഒരുപാട് ട്രേഡുകൾ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കും അല്ലേ. നമ്മൾ ഇവിടുന്ന് ബൈ എൻട്രി എടുക്കും, തിരിച്ച് ഒന്ന് മുകളിലോട്ട് പോയി തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ലോസ് ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അയ്യോ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്യും, എൻട്രി എടുക്കും. തിരിച്ച് ചെറിയ പുൾ ബാക്കിൽ വീണ്ടും എക്സിറ്റ് ചെയ്യും, ഒരു 10 to 30 പോയിന്റ് ലോസ് അവിടെ ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും മുകളിലോട്ട് കയറുന്ന സമയത്ത് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് എങ്കിൽ ടോപ്പിൽ വീണ്ടും ബൈ ചെയ്യും. അങ്ങനെ ഒരുപാട് റിപ്പീറ്റിൽ ചെയ്തൊരു മിസ്റ്റേക്കാണ് ആ ഒരു കാര്യം. മേ ബി നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊരു മിസ്റ്റേക്കാണ്. അത് ഒരു മിസ്റ്റേക്കാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരുപാട് വർഷങ്ങളെടുത്തു ഫോർ മീ പേഴ്സണലി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഇപ്പം ഞാൻ ചെയ്യാറില്ല. ഞാനിപ്പം ഒരു ട്രേഡ് എനിക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി, ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് എക്സിറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി ഓക്കെ ഇവിടുന്ന് ഞാനൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു ധാരണയുണ്ട്. ഓക്കെ മാർക്കറ്റിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്, ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്, അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കണം, അവിടെ എങ്ങനെയാണ് പ്രൈസ് റിയാക്ഷൻ നടക്കുന്നത്, അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ ഇതിൻ്റെ താഴെ വരുവാണെങ്കിൽ മാർക്കറ്റ് എടുത്ത് ഞാൻ ലോസ് ബുക്ക് ചെയ്യണം. ഒരു വ്യക്തമായ പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ. അല്ലാതെ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടല്ല ഞാൻ ഓക്കെ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, എവിടെയാണ് ടാർഗറ്റ് വെക്കേണ്ടത്, എടുക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് തന്നെയാണ് റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അപ്പം ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, യെസ് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഞാൻ നോക്കാറില്ല. നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് ചെയ്തു, ചിലപ്പോൾ ഇനിയും വലിയ മൂവ്മെൻറ്റ് നടക്കും, പക്ഷേ ഞാനത് നോർമലി ചെക്ക് ചെയ്യാറില്ല. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം. കാരണം ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കിയത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ആൻഡ് ഞാൻ ചെയ്ത മിസ്റ്റേക്കിൽ നിന്നാണ്. ആ ഒരു മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പേഴ്സണലി ഒരുപാട് ലൂസിങ് പാറ്റേൺസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ്. പല ആൾക്കാർക്കും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മടിയാണ്.
അവർക്ക് അതിനൊന്നും സമയമില്ല. അത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം, ട്രേഡ് ചെയ്യണം എന്നത് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. പക്ഷേ നമ്മളുടെ ആ ഒരു പാറ്റേൺസ് ഒന്നും കണ്ടുപിടിക്കാൻ ഒന്നും സമയമില്ല. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം, നിങ്ങൾ ഉണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ പേഴ്സണൽ ലൂസിങ് പാറ്റേൺസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന 3 പാറ്റേൺസും ഞാൻ ഇപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം നോക്കുവാണെങ്കിൽ വളരെ കുറവാണ് ആ ഒരു റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, വളരെ കുറവാണ്. 1-2 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ ഞാൻ സ്റ്റിൽ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.